ചില പ്രണയങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങില്ല. അവ പതുക്കെ ശാന്തമായി ചില ആദ്യ മഞ്ഞുവീഴ്ചകളെപ്പോലെ ഹൃദയത്തിലോട്ട് ഇറങ്ങി വരും. ദ ഫസ്റ്റ് ഫ്രോസ്റ്റ്. പറയാതെ പോയ വികാരങ്ങളുടെയും പൂർണ്ണമാക്കാത്തൊരു ആദ്യ പ്രണയത്തിൻ്റെയും കഥയാണിത്. വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടിയാലോ? അതെ, ദ ഫസ്റ്റ് ഫ്രോസ്റ്റ് 2025 ഒരു ബെസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ചൈനീസ് ഡ്രാമയാണ്. അപ്പോൾ കഥ പറഞ്ഞു തുടങ്ങിയാലോ? എപ്പിസോഡ് 1. നമ്മുടെ നായിക ഇഫാൻ നായകൻ യാനുമായിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്കാണ്. അവർ ഒന്നിച്ച് ഫ്യൂച്ചറിലോട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്നാൽ കാരണമൊന്നും പറയാതെ അവൾ അതിൽ നിന്നും പിന്മാറുകയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ അത് കേട്ട് യാന് ഭയങ്കര വിഷമത്തിലാണ്. മാത്രവുമല്ല ഇഫാൻ ഇവനോട് എന്നേക്കുമായിട്ട് ഗുഡ് ബൈയും പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു ഗുഡ് ബൈ സീനാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇഫാനെ പറ്റി പറയുകയാണെങ്കിൽ അവൾ ഒരു ഒതുങ്ങിട്ട് കൂടിയ ടൈപ്പാണ്. പിന്നെ മുഖത്തെ എപ്പോഴും ഒരു നിശബ്ദത, എല്ലാവരോടും ഒരു ഇമോഷണൽ ഡിസ്റ്റൻസും എല്ലാം അവൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം കാരണം അവൾക്ക് പലതുണ്ട്. ആ ഒരു സീൻ അവിടെ കട്ട് ചെയ്തുകൊണ്ട് ഇനി പ്രസൻറ്റ് ടൈമാണ് കാണിക്കുന്നത്. ഏകദേശം ഒരു 6 വർഷത്തിന് ശേഷം ഇപ്പോൾ ഇഫാന് ഒരു ന്യൂസ് റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവൾ ഭയങ്കര സാഹസികമായിട്ട് കുറച്ച് സ്മഗ്ലേഴ്സിൻ്റെ ഇടയിൽ കയറി ഹിഡൻ ക്യാമറ ഒക്കെ വെച്ചിട്ട് അവരുടെ കുറച്ച് കാര്യങ്ങളെല്ലാം കോപ്പി ചെയ്ത് വരികയാണ്. അവൾ ഇങ്ങനെ സാഹസികമായിട്ട് ന്യൂസ് പിടിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അവൾ ഇപ്പോൾ ചെയ്യുന്ന ഈ ജോലി അവൾക്ക് വെറും പ്രൊബേഷൻ പീരീഡിലാണ്. അത് പെർമനൻ്റായി കിട്ടാൻ അവളുടെ ബോസിൻ്റെ തക്കതായിട്ടുള്ളൊരു താക്കീത് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും സെൻസേഷണലായിട്ട് ന്യൂസ് തന്നാൽ മാത്രമേ അവൾക്ക് ഈ പെർമനൻറ്റ് ജോബ് കിട്ടുള്ളൂ എന്ന്. അതുകൊണ്ട് മാത്രമാണ് അവൾ ഇങ്ങനെ ഒരു സാഹസികത ചെയ്തത്. എന്തായാലും അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ സ്മഗ്ലേഴ്സും കൂടിയിട്ടുണ്ട്. അവസാനം അവരെ കീഴ്പ്പെടുത്തി ഈ സ്മഗ്ലേഴ്സ് അവളുടെ ക്യാപ്ചർ ചെയ്ത ആ ക്യാമറയും കൊണ്ട് പോവുകയാണ്. എന്നാൽ അവർ പോയി തുടങ്ങിയിട്ടുള്ളൂ. പെട്ടെന്ന് അവരുടെ കാർ ആക്സിഡൻ്റ് ആകുന്നു. എന്നാൽ ഇഫാന് അവർ സ്മഗ്ലേഴ്സ് ആണെന്നോ അവർ ചീത്ത ആൾക്കാരാണോ എന്നൊന്നും നോക്കെ അവരെയും ഭയങ്കര സാഹസികമായിട്ട് രക്ഷപ്പെടുത്തുകയാണ്. കൂടെയുള്ള ആൾ ക്യാമറ ഒക്കെ എടുക്കാൻ നോക്കിയെങ്കിലും അവൾ അതിനൊന്നും സമ്മതിച്ചില്ല. ഇപ്പോൾ ഇതല്ല പ്രധാനം, ഇവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നും പറയുന്നു. അങ്ങനെ ആ ഒരു രംഗം കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് അവൾ വീട്ടിലെത്തി. അവൾ കുളിക്കുന്നതിൻ്റെ ഇടയിൽ അവളിങ്ങനെ ഓർക്കുന്നുണ്ട് ഇനി അവളുടെ ജോലി അത് അവൾക്ക് ഏകദേശം നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുമ്പോൾ അവളുടെ കുളിസീന് ആരോ ശ്രദ്ധിക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. അവൾ പെട്ടെന്ന് നോക്കുമ്പോൾ ആ ഒരു ആൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതുമായിട്ടും അവൾക്ക് തോന്നുന്നു. അവൾ വേഗം ഡ്രസ്സെല്ലാം മാറി പുറത്തോട്ട് വരുമ്പോൾ ഒരു മൊട്ട തലേൻ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവൾ ദേഷ്യത്തോടെ എന്താ ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞാൻ എൻ്റെ ഡ്രസ്സ് അലക്കാൻ വന്നത്, പിന്നെ നീ അലക്കി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഇങ്ങനെ കയർക്കുന്നുണ്ട്, വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ. ഇവളുടെ വീടിൻ്റെ അവസ്ഥയാണെങ്കിൽ ഇവളുടെ ഒരു ഷെയർ അപ്പാർട്ട്മെൻ്റാണ്. ഇവളെ കൂടാതെ വേറെ 2 പേരും കൂടി ഇവിടെ താമസിക്കുന്നുണ്ട്. ഒന്ന് ഒരു ഫാമിലി ആയിട്ടും പിന്നെ ഒരു മൊട്ടത്തലൻ സിംഗിളായിട്ടും. ഇത് അല്ലെങ്കിലേ ഒരു ചെറിയ ഒരു അപ്പാർട്ട്മെൻ്റാണ്. അതിലെ ഏറ്റവും ചെറിയൊരു റൂമാണ് ഇവിടെ ഇഫാനുള്ളത്. എന്നാലും അവൾ അവളുടെ ഈ ഒരു ജീവിതത്തിൽ ഭയങ്കര സന്തുഷ്ടയാണ്. അവൾ അവളുടേതായിട്ടുള്ള ഒരു ലോകത്ത് അങ്ങനെ ജീവിക്കുകയാണ്. എന്നാൽ അവൾ ഉറങ്ങുമ്പോഴും അവളുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ അവളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ തന്നെയാണ് അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ കോളും വരുന്നത്. ഇത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആ വിളിച്ചിരിക്കുന്ന സമയം ഉച്ചയാണെങ്കിലും ഇഫാൻ ഇതുവരെ കിടന്ന് ഉറങ്ങിയാണെന്ന് അറിഞ്ഞ അവളെ നന്നായിട്ട് ശാസിക്കുന്നുണ്ട്, വഴക്ക് പറയുന്നുണ്ട്, അങ്ങനെ എല്ലാം ചെയ്യുന്നു. എന്തായാലും അവൾ വിളിച്ചിരിക്കുന്നത് അവളുടെ ഈ ഒരു സ്ട്രീറ്റിൽ പുതുതായിട്ട് ഒരു കഫേ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ആംബിയൻസോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ കഫേ. അപ്പോൾ അവിടെ നമുക്ക് ഈവനിങ് സ്പെൻഡ് ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് അവൾ വിളിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, അവളുടെ ഒരുപാട് ഫ്രണ്ട്സ് അങ്ങോട്ട് കഫേയിൽ ചായയൊക്കെ കുടിക്കാൻ പോയിട്ടുണ്ട്. അവരെല്ലാവരും പറഞ്ഞറിഞ്ഞ ഒരു ന്യൂസും കൂടെ ഉണ്ട്. അവിടുത്തെ ബോസിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, വെറുതെ നോക്കി നിൽക്കാൻ തന്നെ എന്ത് രസമാണ്. അപ്പോൾ അവനെയും കൂടെ ഒന്ന് വായി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവളെ വിളിക്കുന്നത്. എന്തായാലും മനസ്സില്ലാ മനസ്സോടെ ഇഫാനും അവളുടെ കൂടെ കൂടുന്നു. എന്തായാലും അവർ ആ കഫേയുടെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഇവൾ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു സ്വീറ്റ് ഒരു സോങ് അവിടെ പാടുന്നുണ്ട്. പിന്നെ നല്ലൊരു ആംബിയൻസ്, എന്തുകൊണ്ടും ഇഫാനും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവരവിടെ ഇരുന്നിട്ട് ആ ബോസിനെ വായി നോക്കാൻ വേണ്ടി വന്നതല്ലേ, അപ്പോൾ അവന് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ ഇഫാൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട് അവന് പഠിച്ചിരിക്കുന്നത് നാമു യൂണിവേഴ്സിറ്റിയിലാണ് ഉള്ളൊരു പയ്യൻ അതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. അതിൽ ഫ്രണ്ട് പെട്ടെന്ന് ചാടി എണീറ്റിട്ട് പറയും, അതാണെന്ന് തോന്നുന്നു, വാ നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇഫാനെയും കൂട്ടി പോവുകയാണ്. എന്നാൽ ഇഫാന് അവൻ്റെ ഒരു ബാക്ക് അല്ലെങ്കിൽ ഒരു സൈഡ് കണ്ടപ്പോൾ തന്നെ ആളെ പിടികിട്ടി. അന്ന് അവൾ ഗുഡ് ബൈ പറഞ്ഞ നമ്മുടെ നായകനായിട്ടുള്ള യാനാണത്. എന്നാൽ അവന് ബാക്കിലോട്ട് തിരിയുന്നത് കണ്ടിട്ട് ഇഫാൻ പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങാനുള്ള പരിപാടിയാണ്. എന്നാൽ നേരെ നമ്മുടെ വെയിറ്ററിൻ്റെ കയ്യിലുള്ള ജ്യൂസ് ഗ്ലാസും എല്ലാം തട്ടിക്കൊണ്ടാണ് അവൾ രക്ഷപ്പെടാൻ നോക്കുന്നത്. എന്നാൽ അവളുടെ മേലിലാകെ ജ്യൂസായി. അതിലവൾ പെട്ടെന്നൊരു ഐഡിയ കിട്ടി, ഞാനിത് ക്ലീൻ ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവൾ വേഗം വാഷ് റൂമിലോട്ട് ഓടുകയാണ്.
എങ്ങനെയെങ്കിലും ഈ യാൻ്റെ കൺമുന്നിൽ നിന്നും അവൾക്ക് മുങ്ങണം, അതാണ് ആവശ്യം. അങ്ങനെ അവൾ ഡ്രസ്സെല്ലാം കഴുകി പുറത്തോട്ട് വരുമ്പോൾ അവൾ ആരിൽ നിന്നാണ് ഒളിക്കാൻ ശ്രമിച്ചിരുന്നത് ആ വ്യക്തി ഇതാ നിൽക്കുന്നു. അവൾ ആകെ ഞെട്ടിത്തരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് മടിച്ചുകൊണ്ട് ഒരു ഹായ് പറയുന്നു. ഇതിൽ അവൾക്കൊന്നും മനസ്സിലാകാതെ അവൾ അവിടെ നിന്ന് കുറച്ചു നേരം നോക്കിയിട്ട് പോവുകയാണ്. എന്നാൽ പോകുമ്പോൾ ഇവൻ പിടിച്ചു നിർത്തിയിട്ട് അവൾക്കൊരു ജാക്കറ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാൻ എൻ്റെ കഫേയാണ് ഇത്, ഇവിടെ വരുന്ന ഓരോ കസ്റ്റമറും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോർമലായിട്ട് അവൻ്റെ ജാക്കറ്റ് കൈമാറുന്നു. അതിൽ ഇഫാൻ ഒന്ന് ഞെട്ടിയിട്ട് ഇനി തന്നെ മനസ്സിലാവാഞ്ഞിട്ടാണോ ഇവൻ ഈ സംസാരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അവളും ഇവൻ ആദ്യമായിട്ട് കാണുന്നത് പോലെ അങ്ങനെ സംസാരിക്കുകയാണ്. എന്നാൽ ഇവൻ്റെ കയ്യിൽ നിന്നും ഈ ജാക്കറ്റ് അങ്ങോട്ട് സ്വീകരിക്കാൻ അവൾക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ല. ജാക്കറ്റ് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ അറിയാതെ അവനെ യാൻ എന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കും. പക്ഷെ പെട്ടെന്ന് അവൾ അത് മാറ്റുകയും ചെയ്യും. എന്നിട്ട് ജാക്കറ്റ് വേണ്ട എന്ന രീതിയിൽ നിൽക്കുമ്പോൾ ഇവൻ വന്നിട്ട് പറയും, ഇത്രയും സുന്ദരനായ എൻ്റെ കയ്യിൽ നിന്നും ഈ ജാക്കറ്റ് മേടിക്കുമ്പോൾ നിനക്കൊരു അഭിമാനം തോന്നുന്നില്ലേ എന്നൊന്ന് മോക്ക് ചെയ്ത് സംസാരിച്ചുകൊണ്ട് അവിടെ നിന്നും അവന് പോവുകയാണ്. എന്നാൽ ഇവൾക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല ഇവൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞ് ഇഫാൻ നേരെ വന്ന് തൻ്റെ ഫ്രണ്ടിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അതിൽ ഫ്രണ്ട് പറയുന്നുണ്ട്, ഓ നിൻ്റെ ഒക്കെ ഭാഗ്യം, അത് നോക്കി എത്ര പെൺപിള്ളേരാണ് അവൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്, എനിക്ക് ഉറപ്പാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് അവനെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇവർ ഓർഡർ ചെയ്ത ആ ഒരു ജ്യൂസ് ഇവർക്ക് വരുന്നത്. മാത്രമല്ല ഇവർ ഓൾറെഡി പേ ചെയ്ത പൈസ തിരിച്ചു കൊണ്ടുവന്ന് വെക്കുന്നുമുണ്ട്. അതിൽ ഇവർ കാര്യം ചോദിക്കുമ്പോൾ പറയും, എൻ്റെ ബോസ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു ഇത് ഫ്രീ ആയിട്ട് തരാമെന്നാണ്, കാരണം നിങ്ങളുടെ ഡ്രസ്സെല്ലാം അഴുക്കായില്ലേ, നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ എന്ന് പറയുന്നു. എന്നാൽ ഇഫാൻ അതിന് സമ്മതിക്കുന്നില്ല. അവൾ ആ പൈസ നിർബന്ധിച്ചു കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇഫാനും ഫ്രണ്ടും കൂടെ അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് അവർ വീട്ടിലോട്ട് പോകുന്നു. നല്ല ലേറ്റ് ആയിക്കൊണ്ടാണ് ഇഫാൻ വീട്ടിലെത്തുന്നത്. ശേഷം അവൾ അടുത്ത ദിവസം അതേ കഫയിലോട്ട് തന്നെ വരികയാണ്. ഇന്ന് വരാനുള്ള കാരണം ഫ്രണ്ടിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ഇന്നലെ ഇവർ വന്നപ്പോൾ അവിടെ വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം തിരക്കിയിട്ടാണ് അവൾ വരുന്നത്. അതിൽ ഇവരോട് ചോദിക്കും ആ ബ്രേസ്ലെറ്റ് കണ്ടോ എന്നൊക്കെ. അപ്പോൾ അവർ കണ്ടില്ലെന്ന് പറയുമ്പോൾ അവൾ ഇരുന്ന സീറ്റും എല്ലാം കാണിച്ചു കൊടുക്കും. അവസാനം ഇവൾ പറയും, ഇനി എങ്ങാനും കിട്ടിയാൽ എന്നെ ഒന്ന് വിളിച്ചറിയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ നമ്പർ എഴുതി കൊടുക്കുകയാണ്. എന്നാൽ കൊടുക്കാൻ നേരം പെട്ടെന്ന് നമ്മുടെ യാന് വന്നിട്ട് ആ ഒരു നമ്പർ അങ്ങോട്ട് കൈക്കലാക്കുന്നു. എന്നിട്ട് ഇവരോട് പറയും, നിങ്ങൾ ശരിക്കും നോക്കിയിട്ടില്ല ബ്രേസ്ലെറ്റ് ഇവിടെ ഉണ്ടോയെന്ന്, ഒന്നും കൂടെ പോയി ചെക്ക് ചെയ്യേ എന്ന് പറയുന്നു. ആക്ച്വലി ഇവർ ഇവിടെ കളഞ്ഞു പോകുന്ന സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്ന ഒരു ചെറിയൊരു ക്യാബിനറ്റ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതിൽ ഇവിടെ പണിക്കാരൻ ഒന്നുകൂടെ പോയി നോക്കുമ്പോൾ നേരത്തെ ഇവൻ കണ്ടിട്ടില്ലാത്ത ആ ബ്രേസ്ലെറ്റ് ഇപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം ഞാൻ അവളോട് പ്രത്യേകിച്ചൊന്നും പറയാതെ അവിടെ നിന്നും പോവുകയാണ്. ഇനി ഇഫാന് ഇന്നും ലേറ്റ് ആയിട്ടാണ് വീട്ടിലോട്ട് എത്തിയിരിക്കുന്നത്. അവളുടെ ആ ഒരു 2 റൂമിലെ ഒരു ഫാമിലി റൂമില്ലേ, അതിലുള്ള ആ ഒരു വൈഫ് അവളൊരു കൊച്ചിനെയും കൊണ്ട് പുറത്തോട്ട് ഔട്ടിങ്ങിന് പോവുകയാണ്. വരാൻ നല്ല ലേറ്റ് ആകും, വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇഫാനോട് ജസ്റ്റ് ഒരു ഫോർമാലിറ്റി. അതിൽ ഇഫാൻ ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് തിരിച്ച് അവളുടെ റൂമിലോട്ട് കയറി. അവൾ കുളിക്കാനുള്ള പരിപാടിയാണ്. ഡ്രസ്സെല്ലാം എടുത്ത് അവൾ കുളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഡോറ് തുറന്നപ്പോൾ ദാ നിൽക്കുന്നു ഇപ്പോൾ പുറത്തു പോയ ആ ഒരു പെൺപിള്ളയുടെ ഭർത്താവ്. ഇവളെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരുപാട് കാലമായി തക്കം പാർത്ത് നിൽക്കുകയാണ്. ഇന്നാണെങ്കിൽ ഭാര്യ പുറത്തു പോയാൽ ഒരുപാട് ലേറ്റ് ആയിട്ടേ എത്തുള്ളൂ. അപ്പോൾ അത്യാവശ്യത്തിനധികം സമയം, ഇത് തന്നെ തക്ക സമയം നേരെ ഇഫാനെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. അവളെ വലിച്ചഴിച്ച് അവൻ്റെ റൂമിലോട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നീ ഇവിടെ ഒച്ച വെച്ചിട്ട് ഒരു കാര്യവുമില്ല, നീ ഒറ്റക്കാണ്, നിനക്ക് ആരുമില്ല, കൂട്ടാളികളും ആരുമില്ല, നിന്നെ രക്ഷപ്പെടുത്താൻ ഒരു പൂച്ചക്കുഞ്ഞു പോലും വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഭയങ്കരമായിട്ട് ഇമോഷണലിയും തളർത്തുന്നുണ്ട്. അവളാണെങ്കിൽ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് നമ്മുടെ മൊട്ടത്തലയൻ അവൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ രംഗം കാണുന്നത്. പിന്നെ അവന് രക്ഷപ്പെടുത്തി ഇവളെ. പിന്നെ അവർ രണ്ടുപേരും ഭയങ്കര അടിയായി നേരെ പോലീസ് സ്റ്റേഷനിലെത്തി. സംഗതി പോലീസുകാർ ഇവരെ രണ്ടുപേരും പിടിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അടിപിടി കൂടിയിട്ടുണ്ട്. എന്നിട്ട് ഇവളുമുണ്ട് പോലീസ് സ്റ്റേഷനിൽ. എന്നാൽ ഈ ഒരു ഭാര്യയും ആ ഒരു കുഞ്ഞും ഔട്ടിങ്ങിന് പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇവൾ ഭയങ്കര വിഷമത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇവൾക്ക് ഇതുപോലത്തെ ഒരു ട്രോമ പണ്ടുണ്ടായിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് അവളുടെ മൈൻഡിലോട്ട് ഇങ്ങനെ വരുന്നുമുണ്ട്. അയാളുടെ ഭാര്യയാണെങ്കിലോ ഇവളെ മുഖത്ത് നോക്കാൻ പോലും കഴിയാതെ ആകെ നാണം കെട്ടിയിരിക്കുകയാണ്. എന്നാൽ ഇഫാന് ആ സ്ത്രീയുടെ അടുത്തോട്ട് വന്നിട്ട് പറയും, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ കാരണമല്ലല്ലോ ഒന്നും ഉണ്ടായത്, നിങ്ങളുടെ മകനെ നല്ല കുട്ടിയായിട്ട് വളർത്തണം എന്നൊക്കെ ഒരു ചെറിയ ഉപദേശം കൊടുത്തുകൊണ്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ അന്ന് അവളുടെ വീട്ടിലോട്ടല്ല പോകുന്നത്. ഇവിടെ ഇത്രയും വലിയ പ്രശ്നമുണ്ടായിട്ട് ഇനി എങ്ങനെ അവൾ അങ്ങോട്ട് പോകും? എന്നാൽ ഇനി അവൾക്ക് പോകാൻ ഒരിടവുമില്ല ഈ ഒരു ഫ്രണ്ടിൻ്റെ വീടല്ലാതെ.
അവൾ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് വരുന്നു. ഫ്രണ്ട് ഈ ഒരു സമയത്ത് ഇവൾ എന്താ ഇവിടെ എന്ന രീതിയിൽ നോക്കുമ്പോൾ അവൾ പെട്ടെന്നൊരു കള്ളം പറയും. ആ ഒരു ബ്രേസ്ലെറ്റ് അത് ആക്ച്വലി ഇവളുടേതായിരുന്നു, ഇഫാൻ പോയി കളക്ട് ചെയ്തെന്നേ ഉള്ളൂ. ആ ഒരു ബ്രേസ്ലെറ്റ് തരാൻ വേണ്ടി വന്നതാണെന്ന്. ഇനി ഇവളുടെ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കൊച്ചു വീട്, എന്നാൽ ഒരുപാട് മെമ്പേഴ്സുള്ള ആൻറ്റിയും അങ്കിളും ഇവളുടെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും അവരുടെ മക്കളും കൊച്ചുമക്കളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വലിയ ഒരു ഫാമിലിയാണ് ഇവളുടേത്. ഇഫാനാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഭയങ്കര അസൂയാണ് ഇവളോട്. നല്ല രീതിക്കുള്ള അസൂയാണ് കേട്ടോ. ഇവൾക്കാണെങ്കിൽ ഇഫാനാണെങ്കിൽ ആരുമില്ല, ഇവൾക്കാണെങ്കിൽ എല്ലാവരും ഉണ്ട്. ഇഫാൻ എന്തോ ഈ വീട്ടിലോട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ മടിച്ചുകൊണ്ട് അവൾ വേറൊരു കാര്യം കൂടി ചോദിക്കുന്നു, താൻ ഇന്ന് ഇവിടെ തങ്ങിക്കോട്ടെ ഈ രാത്രി എന്ന്. അത് കേട്ടതും ഫ്രണ്ടിന് ഭയങ്കര സന്തോഷമായി. അവൾ ഭയങ്കര സന്തോഷത്തോടെ അവളുടെ റൂമിലോട്ട് തന്നെ കിടത്തും. എന്നാൽ ആ റൂമിലാണെങ്കിലോ അവൾ മാത്രമൊന്നുമല്ല, അവളുടെ വീട്ടിലുള്ള സകലമാന കുട്ടികളെല്ലാവരും ഈ റൂമിലാണ് തങ്ങുന്നത്. അങ്ങനെ ഏതായാലും അവർ ഉറങ്ങാൻ കിടന്നു. എന്നാൽ അതിൻ്റെ ഇടയെല്ലാം ഇഫാൻ വേറൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. തനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് ആദ്യമേ കാണിച്ചല്ലോ. ആ ഒരു സംഭവത്തിൽ അവൾ ദയനീയമായിട്ട് തൻ്റെ അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അമ്മ ഇതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കാതെ ഈ ഓപ്പോസിറ്റ് ടീമിൻ്റെ അടുത്താണ് ശരി, നീ അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ശകാരിക്കുന്നു. എന്നാൽ ശകാരിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നൊന്നുമല്ല, അമ്മയ്ക്ക് എന്തൊക്കെയോ ബിസികളുണ്ട്. അമ്മ വേഗം ഇവളെ വീണ്ടും തനിച്ചാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അതെല്ലാം ഇവളിങ്ങനെ ഭയങ്കര സങ്കടത്തോടെ ഓർക്കുകയാണ്. അങ്ങനെ ഓർത്തോർത്ത് അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയി. പിന്നെ അടുത്ത ദിവസം രാവിലെ ഒരു വലിയ ബഹളം കേട്ടിട്ടാണ് അവൾ ഉണരുന്നത്. ആ വീട്ടിലുള്ള എല്ലാവരും ഉണർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തിരക്ക് കൂടി. അങ്ങനെ ആകെക്കൂടെ ഒരു കലപില. ഇവളെയാണെങ്കിലോ എല്ലാവരും ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവൾക്ക് നല്ല അടിപൊളി ഫുഡും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മടിക്കാതെ കഴിക്കാനും പറയുന്നു. ഇവളാണെങ്കിലോ ആ ഒരു ഹാപ്പി ഫാമിലി കണ്ടിട്ട് അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് കണ്ട് ഇഫാൻ പറയും, നീ വല്ലാണ്ട് നോക്കി നിന്നാലേ കണ്ണ് തുറക്കുമ്പോഴേക്കും നിനക്കൊന്നും തിന്നാൻ കിട്ടില്ല, അതാണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ കളിയാക്കുന്നു. അങ്ങനെ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഇഫാന് ഒരു കോൾ വരുന്നത്. അത് അവളുടെ ഓഫീസിൽ നിന്നാണ്. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ഇവൾ വേഗം ധൃതിപ്പെട്ട് അവിടെ എത്തുമ്പോൾ എല്ലാവരും അവളെ ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഒരുപാട് കൺഗ്രാജുലേഷൻസും എല്ലാവരും ഭയങ്കരമായിട്ട് അവളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സംഭവം ഇവൾക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ ഇടയിലാണ് ഒരാൾ വന്ന് പറയുന്നത്, ഇവൾ ആക്ച്വലി ആ സ്മഗ്ലേഴ്സിനെ പിടിച്ചില്ലേ, ഭയങ്കര സാഹസികമായിട്ടുള്ളത്, അത് പിന്നെ ഭയങ്കര ന്യൂസായി. അങ്ങനെ ഇവൾക്കൊരു പുരസ്കാരമൊക്കെ കിട്ടുകയാണ്. അതിനുശേഷം ഇവളുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കുകയാണ്, ഭയങ്കര ബ്രേക്കിംഗ് ന്യൂസായിട്ട്. ഇവളുടെ ഒരു മീഡിയ ഇത് തന്നെയാണല്ലോ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഏതായാലും ഭയങ്കര ഹാപ്പി. അതിൻ്റെ ഇടയിലോട്ടാണ് ബോസ് വരുന്നത്. ബോസ് ഒരു ഓഫറുമായിട്ടാണ് വരുന്നത്. ഈ വരുന്ന ന്യൂ ഇയർ ഈവ് തത്സമയമായിട്ട് സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളെയും ക്ഷണിക്കുകയാണ്. അത് കേട്ട് ഇവളൊന്ന് ഞെട്ടിയിട്ട്, ആക്ച്വലി ഇവളുടെ ജോലിക്ക് ചെറിയ പ്രശ്നമുണ്ടല്ലോ, ആ ജോലി തനിക്ക് പെർമനൻ്റ് ആയോ എന്ന രീതിയിൽ അവൾ നോക്കുമ്പോൾ ബോസ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയും എല്ലാവരോടുമായിട്ട് ഈ വരുന്ന ന്യൂ ഇയർ ഈവ് നമ്മുടെ കൂടെ ഇഫാനും ഉണ്ടെന്ന്. അത് കേട്ടതും അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഇനി ആ ഒരു ന്യൂ ഇയർ ഈവാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് പുറത്തോട്ട് നോക്കിയിരുന്നിരുന്ന ഇഫാൻ പെട്ടെന്ന് അങ്ങോട്ട് ഹൈഡ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഈ ഒരു ന്യൂ ഇയർ പരിപാടി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് യാനും വന്നിട്ടുണ്ട്. യാൻ ഇവളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഒളിഞ്ഞിരിക്കുന്നത്. ശേഷം അവൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ഒരു തരത്തിലും തന്നെ കാണരുത് എന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഇത് സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇഫാന് അവൾക്ക് വാഷ്റൂമിൽ പോകണമെന്ന് തോന്നുന്നു. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു വലിയ നീണ്ട ക്യൂ തന്നെയാണ് അവിടെ ഉള്ളത്. അവൾ ആ ക്യൂടെ ഏറ്റവും ലാസ്റ്റ് അങ്ങനെ നിൽക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സാക്ഷാൽ ഞാൻ അങ്ങോട്ട് വരുന്നത്. കൂടെ അവൻ്റെ അമ്മയുമുണ്ട്. ഈ ലൈനിൽ അവൻ്റെ സിസ്റ്ററുമുണ്ട്. അപ്പോൾ സിസ്റ്ററിനെ നോക്കിക്കൊണ്ട് വന്നതാണ് ഇവർ രണ്ടുപേരും. അതിലിടയിൽ അമ്മ പറയുന്നുണ്ട്, നീ ഇവളുടെ സിസ്റ്ററിൻ്റെ കൂടെ നിൽക്കണം, താൻ അച്ഛൻ്റെ കൂടെ പോവുകയാണ്, തനിക്കും അച്ഛനും ഈ ഒരു ന്യൂ ഇയർ പരിപാടിയായിട്ട് എന്തെങ്കിലും ഒരു പ്രൈവസി വേണ്ടേ, അപ്പോൾ നീ സിസ്റ്ററിനെ ഇവിടെ നിന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനക്കൊരു ഉപദേശവും പിന്നെ ഈ സിസ്റ്ററിനോട് കുറച്ച് കാര്യങ്ങളും സംസാരിക്കണം. അതായത് സിസ്റ്റർ ഇപ്പോൾ അവളുടെ എൻട്രൻസ് എക്സാമിൻ്റെ ഒരു പീക്ക് ടൈമിലാണുള്ളത്. ഭയങ്കര ടെൻഷനും പ്രഷറൊക്കെ ഉള്ളൊരു ടൈം. അപ്പോൾ അവളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ഈ അമ്മ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ ഇരുന്ന് അങ്ങനെ സംസാരിക്കുകയാണ്. പഠിത്തത്തിൻ്റെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറയുന്നു, താൻ നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു ഏരിയയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലാണ് തനിക്ക് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ അവനെ തന്നെ ഇങ്ങനെ പൊക്കി പറയുന്നുണ്ട്. എന്നാൽ അതെല്ലാം കണ്ടും കേട്ടും ഇവിടെ ഇഫാൻ അതേ ക്യൂവിൻ്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഇഫാൻ്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നത്. അതായത് ഇവർ പണ്ട് ഒരുമിച്ച് പഠിച്ചതാണല്ലോ.
അപ്പോൾ ഇവർ ഒരുമിച്ചുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് സ്കൂളിൻ്റെ വക. അതിലോട്ട് എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ അയച്ചിട്ടുണ്ട് ആസ് യൂഷ്വൽ. അതിലോട്ട് ആദ്യമായിട്ട് ഞാനും ഒരു ഹാപ്പി ന്യൂ ഇയർ അയച്ചിട്ടുണ്ട്. ആ ഒരു വിവരം അവളുടെ ഫ്രണ്ട് അവളെ വിളിച്ച് അറിയിക്കുകയാണ്. എന്നാൽ തനിക്ക് മാത്രം അത് കാണുന്നില്ല. അതിൽ ഇഫാന് വിചാരിക്കും ഇനി തൻ്റെ നമ്പർ അവൻ ബ്ലോക്ക് ചെയ്തോ. അപ്പോൾ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇഫാന് അവൻ്റെ പേഴ്സണൽ ചാറ്റിൽ കയറി ഒരു ഹാപ്പി ന്യൂ ഇയർ അയക്കുകയാണ്. എന്നാൽ ഇവൾ പെട്ടെന്ന് തൻ്റെ DP എല്ലാം പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്, ഇവളുടെ പ്രൊഫൈൽ പിക്ചർ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ തനിക്ക് ആരായി ഒരു മെസ്സേജ് അയക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അവനായി റിപ്ലൈ കൊടുക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്നാൽ തന്നെ മനസ്സിലായില്ലെന്ന് ഇവൾക്ക് ഏകദേശം ഉറപ്പായി. എന്നാൽ അതിന് അവൾ തക്കതായിട്ടുള്ള ഒരു മറുപടി ഒന്നും കൊടുക്കുന്നില്ല. ശേഷം അവൾ വേഗം അവൾക്ക് വന്ന കാര്യങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പോവുകയാണ്. ഇന്ന് ഇവിടെ ഒരുപാട് പേര് ലവ് പ്രൊപ്പോസലുണ്ട്, മാരേജ് പ്രൊപ്പോസലുണ്ട്. അങ്ങനെ ഒരു ന്യൂ ഇയർ ഈവ് അല്ലേ, ഒരു ശുഭകാര്യങ്ങൾ തുടങ്ങേണ്ട ദിവസമാണ്. എല്ലാവരും പല പല ഇവൻറ്റ്സും എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാം ലൈവായിട്ട് ഇവിടെ ഇഫാന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം കറക്റ്റ് ന്യൂ ഇയർ സ്റ്റാർട്ടാവാനായി, കൗണ്ട് ഡൗണും സ്റ്റാർട്ടായി. അങ്ങനെ 10, 9, 8 അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒന്നായി എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് ഭയങ്കര ആഘോഷം, കൊട്ടും പാട്ടും ബഹളവും എല്ലാവരും ഒരു ഭയങ്കര ഹാപ്പിയിലാണ്. ഇഫാൻ അത് കണ്ട് ജസ്റ്റ് ഒന്നുണ്ട് ബാക്കിലോട്ട് തിരിഞ്ഞതും ഇവിടെ നേരെ കൂട്ടിമുട്ടുകയാണ് യാനെ. ഇഫാനാണെങ്കിൽ മാസ്ക് ഇട്ടത് കൊണ്ട് തന്നെ മനസ്സിലായിട്ടില്ലെന്ന് വിചാരിക്കുകയാണ്. ഞാനാണെങ്കിൽ അവളെ ഒന്ന് കൂട്ടിമുട്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പോകുന്നതിനിടയിൽ ഒരു ഹാപ്പി ന്യൂ ഇയർ പറയുന്നു. ഇഫാൻ അത് കേട്ട് ഞെട്ടിയിട്ട് ഇത് നീ തന്നോട് പറഞ്ഞതാണോ എന്ന രീതിയിൽ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നുണ്ട്. എന്നാൽ ഇനി 2-3 കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ഇവന് ഈ ഒരു ഇവൻറ്റിലോട്ട് വരുന്നുണ്ടല്ലോ, അപ്പോൾ ഇവനെ കണ്ടിട്ട് ഇഫാൻ ഹൈഡ് ചെയ്ത ആ ഒരു സമയം ആക്ച്വലി ഞാനും ഇവളെ കണ്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവൾ ബാത്റൂമിലോട്ട് ക്യൂ നിൽക്കുമ്പോൾ അവിടെയും ഇവൻക്ക് മനസ്സിലായിട്ടുണ്ട് എത്ര മാസ്ക് ഇട്ടാലും അങ്ങനെ പെട്ടെന്ന് മറക്കാനുള്ള ഒരു മുഖമല്ല ഞാൻ ഇവളുടേത്. പിന്നെ അത് കഴിഞ്ഞ് ഇവളുടെ ബാക്കിലോട്ട് അവൻ മനഃപൂർവ്വം വന്നതാണ്. അത്രയും കാണിച്ചുകൊണ്ടാണ് ശരിക്കും ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി എന്തെല്ലാം നടക്കുമെന്ന് അടുത്ത എപ്പിസോഡിലായിട്ട് കാണാം. അപ്പോൾ ഇതുവരെ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.